ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നത് എന്നറിയുമോ? കണ്ണൂർ ജില്ലയിലെ പൈതൽമല താഴ്വരയിലുള്ള ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ്. വടക്കൻ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് അതിന്റെ സൈഡിലെ ട്രെക്ക് ചെയ്തു പോകാൻ സാധിക്കുമെന്നതാണ്. മഴക്കാലമാണ് ഇവിടെ പോകാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മെയിൻ വെള്ളച്ചാട്ടത്തിലെത്താൻ ഏകദേശം 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്യണം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പ് സൗകര്യവുമുണ്ട്. എൻട്രൻസിൽ നിന്നും മുകളിലേക്ക് ട്രെക്ക് ചെയ്തു പോകുന്നതാണ് നല്ലത്. കുറച്ച് നടക്കാനുണ്ടെങ്കിലും പോകുന്ന വഴിയിലെ കാഴ്ചകൾ അടിപൊളിയാണ്. ഇതിനകത്ത് കയറാൻ എൻട്രൻസ് ഫീ 100 രൂപയാണ് ഒരാൾക്ക്. ഇവിടെ ഏറെ കൗതുകം നിറഞ്ഞത് വെള്ളത്തിന്റെ മുകളിലൂടെയുള്ള തൂക്കുപാലമാണ്. പോകുന്ന വഴിയിൽ ചില ഭാഗത്ത് വെള്ളത്തിന്റെ മുകളിലൂടെ ചെറിയ തടി കൊണ്ടുള്ള പാലവുമുണ്ട്. ഇനി നമുക്ക് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. മെയിൻ വെള്ളച്ചാട്ടത്തിലെത്താൻ നമ്മളിപ്പോ എൻട്രൻസിൽ നിന്നും മുകളിലേക്ക് നടക്കുന്നു. അവിടെ എത്തുന്നതുവരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പം കാണാൻ പോകുന്നത്. നല്ല ബേർഡ്സിന്റെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതിന്റെ സൗണ്ട് നല്ല കേൾക്കുന്നില്ലേ? നമ്മളിതാ നടക്കുന്നതിന് മുകളിലെത്തണം. ഇതിങ്ങനത്തെ പാറക്കല്ലുകളും എല്ലാം ആയിട്ടാണ് ഇതില്ലത്. ഇത് നമ്മളെ മറ്റേ ചെടിയാ ടാറ്റു അടിക്കുന്ന അല്ല. കൊടുത്തു. ഇത് നമ്മളെ ടാറ്റു ചെടിയാണ്. കാണിച്ച അടിക്ക്. ഇതാ ഇതിപ്പോ നമ്മള് പണ്ട് ചെറുപ്പത്തില് ടാറ്റു ആക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. ഓക്കെ, ബാ. ഇനിയും കുറെ ദൂരം നടക്കാനുണ്ടെന്ന് തോന്നല്ലേ? ഇവിടെ ഇപ്പൊ ആരുമില്ല, മുകളിലേക്ക് ആളുണ്ട്. നമ്മളവിടുന്ന് ഫോട്ടോയും വീഡിയോയിലും എടുക്കുന്നതിൻ്റെ അടുക്ക് ആൾക്കാരെല്ലാം പോയിട്ടുണ്ടായിന്. കണ്ടത് എഴുന്നല്ലോ വെള്ളം ഇതായിട്ടുണ്ട്. എന്താ ഇത് ഇവിടെ ഇപ്പൊ നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ കാണിച്ചത് കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് കയറിട്ട്. കണ്ട നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇത് കണ്ട വാഴ മറ്റേ നമ്മള് സാധാ നാട്ടിൽ കാണുന്ന വാഴയല്ല, നാട്ടിലല്ല, വീട്ടില്. ഇത് വേറെന്തോ വാഴയാണ്. 3-4 ഉണ്ട്. ഇത് അങ്ങോട്ടെല്ലാം ഉണ്ട്. അതാടെ മൊത്തം. ഇതാ ഈ വാഴക്ക് കായും ഉണ്ട്. കഴിക്കാൻ പറ്റുന്നതാണെന്നൊന്നും അറിയില്ല. ഇത് എന്ത് തരം വാഴയാണ് എന്നറിയുന്നവര് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ചോള അമ്മോ, ആ ചോളാന്നാ? എനിക്കറിയില്ല. ചിലപ്പോ എന്താ കാട്ട് ചെടിയായിരിക്കും. അതാടി ഇതേപോലെ കൊറേ ഇങ്ങനത്തെ വാഴയുണ്ട്. പക്ഷെ തെച്ചും കരിഞ്ഞും തോന്നും. ഇവിടെ വരുവാണെങ്കിൽ മഴക്കാലം വരണം, എന്നാലേ നല്ല വെള്ളം ഉണ്ടാവുമല്ലോ. ഇപ്പതാ വെള്ളം കുറഞ്ഞു തുടങ്ങി. നമ്മളൊട്ടും വെള്ളം പ്രതീക്ഷിച്ചിട്ടില്ല, എന്നാലും കുറച്ചെല്ലാം വെള്ളമുണ്ട്. ഇനി ബാക്കി നമുക്ക് നടക്കാലോ. വൈകിട്ട് നടന്ന് ക്ഷീണം പിടിച്ചിട്ട് അവിടെ ഇരിക്കാനാണ് പോന്ന്. ഇടക്കിടക്ക് ഇതേപോലത്തെ ഒരു ബെഞ്ച് ഉണ്ടാവും ഇരിക്കാൻ. അതേതായാലും നന്നായി. നടന്ന് ക്ഷീണം പിടിച്ചിരുന്നവർക്ക് ഇരിക്കാലോ. അവിടെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തെറ്റും പാറക്കല്ലാണ്. വലിയ പാറക്കല്ലുകളെല്ലാം കണ്ട. കണ്ടത് ഇവിടെ വീണ്ടും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ഇനിയുടെ കുറച്ച് സ്റ്റെപ്സ് ആണ് വരുന്നത്. ഈ സ്റ്റെപ്പ് കയറണം.
ആരും ഇവിടെ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ സൂക്ഷിക്കുക. ഇനിയും കുറേ ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. കാരണം ആളെയൊന്നും കണ്ടിട്ടില്ല. നമ്മളെ മുമ്പിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ടായിനി, അവരെയൊന്നും കാണുന്നില്ല. അപ്പൊ കുറച്ചും കൂടി നടക്കാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മളവിടെ കണ്ടതേ ഇല്ലു ഇവിടെ മാലിന്യൊന്നും വലിച്ചെറിയാൻ. നമ്മൾ ഇതൊക്കെ ഉണ്ടാ പ്ലാസ്റ്റിക് സഞ്ചി, ഇതൊക്കെ ഉണ്ടാ, അതുപോലെ തന്നെ കുപ്പി ഇതാ എവിടെയെല്ലാം ഉണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ പരമാവധി പ്ലാസ്റ്റിക് സാധനങ്ങൾ ആടെയൊന്നും വലിച്ചെറിയാതിരിക്കാൻ ശ്രമിക്കുക. ഇതുണ്ടോ തൊട്ടാവടി, തൊട്ടാൽ വാടും കണ്ടാ വടിയില്. എല്ലാം വടിപ്പോയി. ഒരു വലിയ പനിയാണ്. എന്താ പനിയിൽ ഇവിടെ വരുന്ന ആളാന്ന് തോന്നുന്നു. ഇങ്ങനെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വൈകിയുടെ പേര് എഴുതി വെക്കുന്നു. അവരെന്തോ വെച്ച് ഇതായിട്ട് എഴുതി. വൈനദിയാ മരം പൊളിച്ച പോലെയുണ്ട്. പാലൊക്കെ ഉണ്ട് കണ്ടാ, കാണുന്നുണ്ടോന്ന് അറിയില്ല. അത് ഇതൊക്കെ ഉണ്ടാ ഒരു പാലെല്ലാം കാണുന്നുണ്ട്. എന്നാന്ന് സംഭവം എന്നറിയില്ല. നമ്മൾ അങ്ങോട്ട് കയറിയാലും നമുക്ക് മനസ്സിലാവല്ലോ. ഇത് ഈ പാലം എന്ന് വെച്ചാൽ ദാടി എന്തോ ഉണ്ട്, അവിടേക്ക് പോവാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ആ പാലം ചെറിയൊരു ഇതാണ്, അതാക്കിയാൽ നടക്കാൻ പറ്റൂല. കഷ്ടിച്ച് അതൊക്കെ നടക്കാം, അല്ല രണ്ടാക്കി നടക്കാൻ പറ്റും. ഇത് കണ്ടാ, ഇവിടെ എന്തിൻ്റെയോ മുട്ട വീണ് പൊട്ടിയിട്ട് കണ്ടാ. എന്തിൻ്റെ അന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ഇവിടെ പൊട്ടിയിട്ട് കാണുന്നുണ്ട്. ഇവിടെ കുറേ ചെറിയ ചെറിയ പക്ഷികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ആവാനാണ് ചാൻസ് കൂടുതൽ. എന്താ അത് ഇവിടെ ഒരു മരത്തിനെ കൊണ്ടുള്ളൊരു പാലം ഉണ്ട് കണ്ട, മരത്തിന്റെ പാലാണിത്. നല്ല അടിപൊളി വൈബാണ് ഇടാ. ഇടുന്നു നമ്മളിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. എവിടെയോ അല്ല, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. വീട് പാലമാണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി പാലമുണ്ട് കേട്ടോ ഇവിടെ. തുരുമ്പെല്ലാം പിടിച്ചിനിതാ. ആ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. തൂക്കുപാലാണോ? ഇതൊരു തൂക്കുപാലം കണക്കാണ്. ആടുന്നുണ്ട്. മെല്ലെ മെല്ലെ ആണ്. മെല്ലെ ഞാൻ വീടിച്ചിട്ടല്ലോ, എനിക്കത് ഇതറിയില്ല. അതിനെ കൊണ്ട് നല്ല വളഞ്ഞ് നല്ല രസമുണ്ടല്ലേ. ആ ആർച്ചന്നെ മരുന്ന്, ആ ഒരു മരുന്ന് വേണമുണ്ടല്ലേ. ഇവിടെ കുറച്ച് റബ്ബർ മരം ഉണ്ട്. ഇതാ അതിന് റബ്ബർ പാൽ എടുക്കുകയും ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഇതാ ഇവിടെ കാണുന്നില്ല. ഇതാ അതുപോലെ അപ്പുറം എല്ലാം ഉണ്ട്. ഇവിടെ കൂടുതലും മുളകളാണ് കേട്ടോ. മുളയാണ് മൊത്തം കൂടുതലും. അതെ മുള തന്നെയാണ് കാണുന്നത് നമുക്ക് തോന്നുന്നു. കേട്ടോ എത്തിന്നാ തോന്നുന്നു. ലൈഫ് ജാക്കറ്റ് എല്ലാം കാണില്ല. എത്തിയതാ അപ്പുറം ഉണ്ടായില്ല. അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്.
ഇത് മുകളിൽ ഇനിയും പോവാനുണ്ടെന്ന് കണ്ടാ. നമ്മളിത് അവസാനം ഇങ്ങ് എത്തിയിട്ടുണ്ട്. എൻ്റെ മുകളിലാണ് ഇതാ. അത് ഇനിയും കയറണം. ഇതിനേക്കാളും ഉണ്ടാവില്ലേ. ഇതിൻ്റെ മുകളിലാണ് മെയിൻ വാട്ടർഫോള്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറിയിട്ട് വേണം അവിടേക്ക് എത്താൻ. പോയിക്കൊണ്ടിരിക്കുമെന്ന്. ഇതാണ് മെയിൻ വാട്ടർഫോള്. ഇവിടെ ഒരു പാറേൻ്റെ അടിയിൽ നമ്മളിപ്പോൾ ഇരിക്കുമെന്ന്. കണ്ട വെള്ളച്ചാട്ടം കണ്ട. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ വേറെ ഒന്നുണ്ട്. അതിന്റെ താഴെ വേറെ ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ 3 വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ ഫസ്റ്റത്തേല് ബോയ്സിന് മാത്രമേ ഇറങ്ങിക്കൂടൂ. താഴത്തേല് ഫാമിലി. അതിന്റെ താഴെയാണ് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്നതില്ലത്. ഇത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ഇപ്പൊ താഴേക്ക് കീയോന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.